നാളെ മകരവിളക്ക് മഹോത്സവമാണ്. ശബരിമല സന്നിധാനം മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു. എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നിപ്പോൾ മകരവിളക്ക് തൊട്ട് തലേ ദിവസമായ ഇന്ന് ധനുമാസ തിരുവാതിര കൂടിയായിരുന്നു. ഇന്ന് ദീപാരാധന കഴിഞ്ഞ് മറ്റ് ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. ഏതായാലും നാളെയാണ് ഭക്തർ കാത്തിരിക്കുന്ന മകരസംക്രമ പൂജയും തിരുവാഭരണം ചാർത്തി അയ്യപ്പസ്വാമിക്ക് ദീപാരാധനയും അത് കഴിഞ്ഞ് പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും ദർശിക്കാൻ കഴിയുന്നത്. ആ ഒരു സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പ ഭക്തർ. സന്നിധാനം മുഴുവൻ അയ്യപ്പ ഭക്തരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. ശബരിമല സന്നിധാനത്തേക്ക് ഇപ്പോഴെത്തുന്ന അയ്യപ്പ ഭക്തർ ആരും തന്നെ തൊഴുതു മടങ്ങുകയല്ല. ഈ സന്നിധാനത്തെ വിവിധ സ്ഥലങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. നാളെ മകരവിളക്ക് ദർശിച്ച് സായുജ്യമടയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണവർ. ഒരുപാട് അയ്യപ്പ ഭക്തർ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ പാണ്ടിത്താവളത്തും ഈ വനത്തിനുള്ളിലും കിട്ടാവുന്ന സ്ഥലങ്ങളിലൊക്കെ വിരിവെച്ച് പർണശാലകൾ കെട്ടി ഭജന പാടി കാത്തിരിക്കുകയാണ്. സന്നിധാനത്ത് കൃത്യമായ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാളെ മകരവിളക്കുമായി ബന്ധപ്പെട്ട് പോലീസുകാരുടെ വലിയ വിന്യാസമുണ്ട്. അതുപോലെ തന്നെ മകരവിളക്ക് പൊന്നമ്പലമേട്ടിൽ കാണാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ അയ്യപ്പ ഭക്തർ തമ്പടിക്കും. അവിടെയെല്ലാം പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പാണ്ടിത്താവളം, പരുന്തുംപാറ, പുല്ലുമേട്, അതിനൊപ്പം തന്നെ നിലയ്ക്കൽ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഈ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നാളെ രാവിലെ മുതൽ അയ്യപ്പന്മാരെ പമ്പയിൽ നിന്ന് കടത്തിവിട്ട് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 ആ അയ്യപ്പ ഭക്തരെ പിന്നീട് കടത്തിവിടുകയില്ല. 1000 പേർക്ക് മാത്രമാണ് നാളെ സ്പോട്ട് ബുക്കിംഗ് ഉള്ളത്. അപ്പോൾ പിന്നീട് മകരവിളക്ക് കഴിഞ്ഞ് പിന്നീട് നിലയ്ക്കൽ നിന്ന് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത് മറ്റന്നാൾ മാത്രമാകും. അപ്പോൾ കൃത്യമായ ക്രമീകരണങ്ങളാണ് ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് ഉത്സവവുമായി നടപ്പാക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ അയ്യപ്പ ഭക്തരുടെ വലിയ പ്രവാഹം സന്നിധാനത്തേക്കുണ്ട്. ഇപ്പോൾ വരുന്ന അയ്യപ്പ ഭക്തർ കൂടി നാളെ മകരവിളക്ക് ദർശിച്ച് മടങ്ങും. അതിനുവേണ്ടി ഇവിടെ കാത്തിരിക്കും. അവർക്കെല്ലാം അന്നദാനമടക്കമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ദേവസ്വം ബോർഡും വലിയ സജ്ജീകരണമാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്.